ദിവസവും ഒരു പച്ച നെല്ലിക്ക ചവച്ചരച്ച് കഴിക്കുക രോഗപ്രതിരോധ ശക്തിക്ക്, അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ടാവാൻ വളരെ നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മാസ് നീലാംബരി ഹെയർ ഓയിലിൽ പച്ച നെല്ലിക്കയും കറ്റാർവാഴയും കയ്യോന്നിയും ബ്രഹ്മിയും എല്ലാം അരച്ച് ചേർത്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഒരുപാട് കൂട്ടുള്ള എണ്ണകളേക്കാൾ വളരെ കുറച്ച് കൂട്ടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു എണ്ണയുടെ പ്രിപ്പറേഷൻ, അതാണ് നമ്മൾ നീലാംബരി ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. ഇത് ഉറക്കക്കുറവുള്ളവർക്ക്, തലയിൽ താരനുള്ളവർക്ക്, മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ തലമുടി നല്ലപോലെ നര വരുന്നവർക്ക്, അതിപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, എത്ര മുതിർന്ന ആൾക്കാരാണ് ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് വന്ന നരയെ റിവേഴ്സ് ചെയ്യിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാനാണ് നമ്മൾ എണ്ണകൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രായമാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നരയെല്ലാം വരും. അതല്ലാതെ അകാല നരയുള്ളവർക്ക്, സ്ട്രെസ്സ് കാരണം മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ നമുക്ക് നീലാംബരി ഹെയർ ഓയിൽ യൂസ് ചെയ്യാം. തണുപ്പാണ് ഇത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ 2 ദിവസം മാത്രം, അതൊരു ചൊവ്വയോ വെള്ളിയോ ഏതെങ്കിലും ദിവസം 2 ദിവസം നോക്കിയെടുക്കുക. വളരെ കുറച്ച് മാത്രം നമ്മളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഈ ക്രൗൺ ഏരിയയിൽ നിന്ന് മുടി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ചിലർക്ക് ജനറ്റിക് ആയിട്ട് അവിടെ ഒരു ഹെയർ ഫോൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് രോമകൂപങ്ങളെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. നീലാംബരി ഹെയർ ഓയിൽ നമുക്ക് ചൂടാക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചില ഓയിലുകൾ നമുക്ക് കരിഞ്ചീരകമൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത്. നീലാംബരി ഹെയർ ഓയിലിന് അങ്ങനെ ഒരു ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് ഒരു ഇത്തിരി മാത്രം, തുടക്കക്കാർ വളരെ കുറച്ച് മാത്രം എടുക്കുക. സ്കാൽപ്പ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാം. മുടിയിലും ഹെയർ സ്ട്രാൻഡ്സിൽ തുമ്പ് വരെ നമ്മൾ അപ്ലൈ ചെയ്യുക. ഒരു തുണി കൊണ്ട് കെട്ടി വയ്ക്കുക. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുക. ഏത് എണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഷാമ്പൂ അല്ലെങ്കിൽ താളിപ്പൊടി ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഹെയർ വാഷ് ചെയ്തെടുക്കുക. അത് നിർബന്ധമാണ്. വീട്ടിൽ കിട്ടുന്ന സാധാരണ താളി, ചെമ്പരത്താളി ആയാലും കുറുന്തോട്ടി ആയാലും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ബോട്ടിൽസിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അമല റോസ്മേരി ഷാമ്പൂ, അമ്മാസിൻ്റെ ഷാമ്പൂ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിന് സൂട്ടബിൾ ആവുന്ന ഏതെങ്കിലും ഒരു ഷാമ്പൂ ഉപയോഗിക്കുക. പക്ഷേ ഷാമ്പൂ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ, പ്രത്യേകിച്ച് ലോ പൊറോസിറ്റി ഹെയർ ഉള്ളവരാണെങ്കിൽ കണ്ടീഷണറും കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു സിറത്തിൻ്റെ പ്രൊട്ടക്ഷനും കൂടെ വേണ്ടി വരും. അതിനുവേണ്ടി വെറ്റായിരിക്കുന്ന ആ ഒരു ഹെയർ, നനഞ്ഞിരിക്കുന്ന ആ ഒരു ഹെയറിലേക്ക് തന്നെ നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണയിൽ നിന്നൊരു 2-3 ഡ്രോപ്പ് എടുത്തിട്ട് ഫുൾ ലെങ്ത്ത്, സ്കാൽപ്പിൽ ഉപയോഗിക്കരുത്, ഫുൾ ലെങ്ത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് വിടുക. അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ആഴ്ചയിൽ 2 ദിവസം മാത്രം ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു റൊട്ടീനായിട്ട് ഇത് ചെയ്തെടുക്കാം.